പ്രകൃതി രമണീയമായ മലയിൻചിപ്പാറ ഗ്രാമം 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാടും മലയും തോടും നിറഞ്ഞ ഗ്രാമത്തിൽ പല ദേശങ്ങളിൽ നിന്നും ആളുകൾ കുടിയേറി പാർത്തു. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന പൂർവികർ കാർഷിക സംസ്കാരത്തിനൊപ്പം അറിവിന്റെ സംസ്കാരം കൂടി വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ഒരു വിദ്യാലയം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. 1925-ൽ സ്ഥാപിതമായ ഈ അക്ഷരക്ഷേത്രം ഒരു നാടിന്റെ സാമൂഹിക സാംസ്കാരിക പുരോഗതിയുടെ കാരണമായി മുന്നേറുന്നു. ശതാബ്ദിയുടെ നിറവിൽ വിളങ്ങുന്ന ഈ അക്ഷരജ്യോതിസ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികവുകളുടെ നക്ഷത്ര ശോഭയിൽ അനുദിനം കുതിക്കുന്നു. മലയിൻചിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. അഭിവന്ദ്യമാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് മാനേജറും ഫാദർ ജോർജ് പുല്ലികാലായിൽ സെക്രട്ടറിയുമായിട്ടുള്ള പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള നമ്മുടെ സ്കൂളിന്റെ മാനേജറായി ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ സേവനം തുടരുന്നു. 2024 മാർച്ച് 31 മുൻ ഹെഡ് മിസ്ട്രസ് റവറൻ സിസ്റ്റർ ലിൻസ് മേരി വിരമിച്ചതിനെ തുടർന്ന് ഉളനാട് സ്വദേശി ശ്രീ വിൻസെന്റ് മാത്യൂസ് അരീക്കാട്ട് പുതിയ ഹെഡ്മാസ്റ്ററായി ചുമതലയേറ്റു. പുതിയ ഹെഡ്മാസ്റ്ററായി ചുമതലയേറ്റ ശ്രീ വിൻസെന്റ് മാത്യൂസ് സാർ ഈരാറ്റുപേട്ട ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറിയും പാലാ രൂപത കോർപ്പറേറ്റ് ടീച്ചേഴ്സ് ഗിൽഡ് ഭാരവാഹിയുമാണ്. വെയിൽകാണാമ്പാറ സെന്റ് ജോർജ് LP സ്കൂളിൽ 2019 മുതൽ ഹെഡ്മാസ്റ്ററായി സേവനം ചെയ്തിരുന്ന വിൻസെന്റ് സാർ പുതിയ പ്രവർത്തന മണ്ഡലത്തിൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുന്നു. ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ 10 അധ്യാപകരും 2 നോൺ ടീച്ചിങ് സ്റ്റാഫും നമുക്കുണ്ട്. കഴിഞ്ഞ 2 വർഷം ഈ സ്കൂളിൽ സേവനം ചെയ്ത LGPT ശ്രീമതി മനു തോമസ് മണിയംകുന്ന് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ ഒഴിവിലേക്ക് കുമാരി അഞ്ജിത C. ടോം നിയമിതയായി. പ്രവേശനോത്സവം 2024 ജൂൺ 3-ാം തീയതി അതിഗംഭീരമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷം പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗം ശ്രീമതി റജി ഷാജി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീമതി മിനിമോൾ ബിജുവും PTA പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി കുഴിവേലിപ്പറമ്പിലും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ ബാഗുകളും കുടകളും കുട്ടികൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. അന്നേ ദിവസം ശ്രീമതി ഷൈനി ടീച്ചർ രക്ഷകർത്താക്കൾക്കായി ഒരു ക്ലാസ് നടത്തി. മധുര പലഹാരങ്ങൾ നൽകിക്കൊണ്ട് മധുരിതമായ ഒരു അധ്യയന വർഷം അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അധ്യയന വർഷം പ്രവർത്തനം ആരംഭിച്ചു. മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം ലഭിക്കുന്നതിനായി എല്ലാ ദിവസവും പത്രവായനയും അതോടൊപ്പം പത്രക്വിസും നടത്തിവരുന്നു. പഠനം ഫലപ്രദമാക്കുന്നതിന് വേണ്ടി മിഡ് ടേം ടേമലി പരീക്ഷകൾ നടത്തിവരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്ന കുട്ടികൾക്ക് മെഡലും സമ്മാനങ്ങളും നൽകുകയും ചെയ്യുന്നു. ഈരാറ്റുപേട്ട ഉപജില്ലാ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകളിലും കലോത്സവത്തിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും കരസ്ഥമാക്കുകയും ചെയ്തു. ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ഓവറോൾ 2-ാം സ്ഥാനവും LP വിഭാഗത്തിൽ ഓവറോൾ 3-ാം സ്ഥാനവും കരസ്ഥമാക്കാനായത് മികവാർന്ന ഒരു നേട്ടം തന്നെയാണ്. ശാസ്ത്രമേളയിൽ LP വിഭാഗം സയൻസ് കളക്ഷനിൽ അലീന അനീഷും ഗൗരി കൃഷ്ണയും A ഗ്രേഡോടെ 3-ാം സ്ഥാനവും UP വിഭാഗം സോഷ്യൽ സയൻസ് സ്റ്റിൽ മോഡലിൽ റോസ്മരിയ തോമസും റിയ ജിമിയും A ഗ്രേഡോടെ 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. പങ്കെടുത്ത മിക്കവാറും എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് നേടുവാനും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. കലാമത്സരത്തിൽ LP വിഭാഗം തമിഴ് പദ്യം ചൊല്ലലിൽ ശ്രേയ സിജോ A ഗ്രേഡോടെ 1-ാം സ്ഥാനവും കന്നഡ പദ്യം ചൊല്ലലിൽ
എ ഗ്രേഡോടെ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ റിയ ജിമ്മി കന്നഡ പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡും മലയാളം പദ്യം ചൊല്ലലിൽ 3rd എ ഗ്രേഡും കരസ്ഥമാക്കി. ഹിന്ദി പ്രസംഗത്തിൽ അനീറ്റ അനീഷ് 2ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയപ്പോൾ മലയാളം പ്രസംഗത്തിൽ ആൻഡോ ജോയി 3ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി. LP വിഭാഗം സംഘഗാനത്തിന് 3rd എ ഗ്രേഡും UP വിഭാഗം ദേശഭക്തി ഗാനത്തിന് 2nd എ ഗ്രേഡും കരസ്ഥമാക്കുവാനും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. മികവാർന്ന നേട്ടങ്ങൾ. കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കന്നഡ പദ്യം ചൊല്ലലിൽ നമ്മുടെ സ്കൂളിലെ റിയ ജിമ്മി പങ്കെടുക്കുകയും 3ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി നടത്തിയ സർഗോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലലിലും എ ഗ്രേഡ് നേടിയ റിയ ജില്ലാതലത്തിൽ മികവ് തെളിയിച്ചത് അഭിമാനാർഹമായ നേട്ടമാണ്. ദിനാചരണങ്ങൾ. ഈ വർഷവും നമ്മുടെ സ്കൂളിൽ വിവിധ ദിനാചരണങ്ങൾ നടത്തുകയുണ്ടായി. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, സ്വാതന്ത്ര്യ ദിനം, ഓണാഘോഷം, കേരളപ്പിറവി, ക്രിസ്തുമസ്, പുതുവർഷം എന്നിവ സമുചിതമായി ആഘോഷിച്ചു. ശതാബ്ദി പ്രവർത്തനങ്ങൾ. ശതാബ്ദി സംഗമം ഏറ്റവും ഗംഭീരമാക്കുവാനും ശതാബ്ദി സ്മരണിക പ്രസിദ്ധീകരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ അധ്യയന വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ചിട്ടയായി നടത്തപ്പെട്ടു. ശതാബ്ദി പ്രവർത്തനങ്ങളുടെ കൺവീനറായി ശ്രീ സാബു പൂണ്ടിക്കുളം ചുമതലയേൽക്കുകയും റവറൻ ഫാദർ ജോർജ് കടൂപ്പാറയിൽ സ്മരണികയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. നന്ദിയുടെ ഒരു വാക്ക്. മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിന്റെ 100ാം വാർഷികവും ശതാബ്ദി സമ്മേളനവും നടത്തപ്പെടുന്ന ഈ അവസരത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിവന്ദ്യമാർ ജോസഫ് കല്ലറിങ്ങാട്ടു പിതാവിനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർകൾക്കും ശതാബ്ദി സ്മരണിക തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ജോർജ് കടൂപ്പാറയിൽ അച്ഛനും സ്മരണിക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ശ്രീ ആൻഡോ ആന്റണി MPക്കും പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ആദരിക്കുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അവർകൾക്കും പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് പുല്ലികാലായിലിനും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഏറെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ സാബു പൂണ്ടിക്കുളം, വിവിധ കമ്മിറ്റി കൺവീനർമാർ, കൈക്കാരന്മാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, ജനപ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ വിൻസെന്റ് മാത്യു സാർ, അധ്യാപക അനധ്യാപകർ, രക്ഷകർത്താക്കൾ, നല്ലവരായ നാട്ടുകാർ, സാമ്പത്തിക സഹായം നൽകി സഹായിച്ചവർ എന്നിവർക്കും സർവോപരി 100 വർഷങ്ങളായി നമ്മുടെ സ്കൂളിനെ പരിപാലിച്ചു വരുന്ന സർവശക്തനായ ദൈവത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സാദരം സമർപ്പിക്കുന്നു. മനോഹരമായ ഈ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീമതി രശ്മി സേവ്യറും എഡിറ്റിംഗ് ഭംഗിയായി നിർവഹിച്ചത് ശ്രീ ബിബിൻ കുര്യനും ശ്രീമതി അൽഫോൺസ സെബാസ്റ്റ്യനുമാണ്.